ഈ ഒരു ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഷാംപൂ ഏതാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോണത്. ഇത് എല്ലാ ഹെയർ ടൈപ്പ് ഉള്ളവർക്കും, കുട്ടികളും മുതൽ പ്രായവ്യത്യാസമില്ലാതെ വയസ്സായവർക്ക് വരെ, ഗേൾസും ബോയ്സും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഷാംപൂ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോണത്. മിക്ക ആൾക്കാരും എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കമന്റിലൂടെ, ചേച്ചി ഏത് ഷാംപൂ ആണ് നല്ലത്, ഏത് ഷാംപൂ ആണ് മുടിയിൽ യൂസ് ചെയ്യാന്നുള്ളത്. നമ്മുടെ ഷാംപൂസ് ഒക്കെ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് ഓരോ ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് നോർമൽ ഹെയർ ഉണ്ട്, അതേപോലെ തന്നെ കോമ്പിനേഷൻ ഹെയർ ഉണ്ട്, ഓയിലി ഹെയർ ഉണ്ട്, അതേപോലെ തന്നെ ഡ്രൈ ഹെയർ ഉണ്ട്. അപ്പൊ ഇത് 4 ഹെയർ ടൈപ്പ് നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ ഹെയർ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള ഷാംപൂസ് വേണം നമ്മൾ ചൂസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഓയിലി ഹെയർ ഉള്ള ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക. അത് ഞാൻ മിക്ക വീഡിയോസിലും നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോണത് ഒരു ഹെയർ ടൈപ്പും ഇല്ലാതെ എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷാംപൂ ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടും കൂട്ടി ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതൽ ഞാൻ ഇതിനെ കുറിച്ച് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സ്വന്തം ചെമ്പരത്തിയാണ് കേട്ടോ. ഞാനിപ്പോൾ അമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. തൊടിയിലാണെന്നുണ്ടെങ്കിൽ നിറയെ ചെമ്പരത്തി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കണ്ണിൽ ഇത് പെട്ടു. അപ്പം എന്നാൽ ഞാൻ വിചാരിച്ചു ഒരു ഷാമ്പൂ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നല്ല നല്ല മണിമാതിരിയുള്ള ചെമ്പരത്തി പൂക്കൾ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ചെമ്പരത്തി തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ചെമ്പരത്തിയാണോ, ഏത് നിറത്തിലുള്ള ചെമ്പരത്തിയാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ചെമ്പരത്തിയാണ് എടുക്കണത്. കുറച്ച് ചെമ്പരത്തി പൂക്കളും ഇലകളും വേണം കേട്ടോ. നമുക്കിത് രണ്ടും വേണം. പൂ ഇല്ലാന്നുണ്ടെങ്കിലും ഇല നിർബന്ധമായിട്ട് നമുക്ക് വേണം കേട്ടോ. അപ്പം ഞാൻ രണ്ടും പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളത്തിലിട്ട് ഇത് നല്ലപോലെ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കഴുകിയെടുത്ത് ഈ ഒരു ചെമ്പരത്തി നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, അതായത് നമ്മൾ എത്ര ചെമ്പരത്തിയാണോ എടുത്തിരിക്കുന്നത് അത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെക്കുക. വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നേരം ഇത് അടച്ചു വെക്കണം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് ഞെരടി എടുക്കാൻ തുടങ്ങാം കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഇത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുക്കരുത്. നമ്മൾ കൈ കൊണ്ട് തന്നെ ഞെരടി എടുക്കണം. അങ്ങനെ കൈ കൊണ്ട് തന്നെ ഞെരടി എടുക്കുമ്പോഴാണ് കറക്റ്റ് അതൊരു ഷാമ്പൂവിൻ്റെ പരുവത്തിലോട്ട് എത്തുള്ളൂ. നിങ്ങൾ മിക്ക ആൾക്കാരും ഇത് ട്രൈ ചെയ്ത ആൾക്കാരായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കൈകൊണ്ട് തന്നെ നിങ്ങൾ നല്ലപോലെ ഇങ്ങനെ ഞെരടി എടുക്കുക. ഞെരടി എടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ഒരു ജെല്ലി ഫോം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അതേപോലെ തന്നെ ഷാമ്പൂവിൻ്റെ അതേ ഒരു പരുവാണ് ഈ ഒരു ലിക്വിഡിനുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ നല്ലപോലെ ഞാൻ ഞെരടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഷാമ്പു ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത്. അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഷാമ്പു തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. ഇന്നാണ് നമ്മൾ ഇങ്ങനെ കെമിക്കലായിട്ടുള്ള ഷാമ്പൂസൊക്കെ യൂസ് ചെയ്യണത്. പക്ഷേ പണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഷാമ്പൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഈ ഒരു ചെമ്പരത്തി താളിയാണ് യൂസ് ചെയ്തിരുന്നത്. ചെമ്പരത്തി താളി ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഡിഫറെൻറ്റ് രീതികളിലാണ് മിക്ക ആൾക്കാരും ഉണ്ടാക്കുക. അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവെന്ന് പറയണത് ഈ ഒരു രീതി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെമ്പരത്തി താളി ഉണ്ടാക്കി ഈ ഒരു ഷാമ്പൂ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഷാമ്പൂ ഉപയോഗിച്ച് തുടങ്ങാം. അപ്പൊ ഈ ഒരു ഷാമ്പൂ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ എന്റെ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ എണ്ണ തേച്ചിട്ടുണ്ട്. അതിപ്പോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാനും പറ്റും. ഇനി ഈ ഒരു ഷാമ്പൂ ശരിക്കും നമുക്ക് നോർമലി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്ചറാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഭയങ്കര ഒരു ലിക്വിഡാണ്. ഈ ഒരു ഷാമ്പൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് തുടങ്ങണതാണ് കേട്ടോ. സാധാരണ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മുടി ഫുള്ളായിട്ട് തന്നെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്ക് സൈഡിൽ നിന്ന് തലയുടെ ഓട്ടുന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വന്നാൽ മതി കേട്ടോ. നമ്മുടെ സ്കാൽപ്പ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണേ. ഇത് നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആക്കുക മാത്രമല്ല, ഒരു ഷാമ്പൂവിന്റെ പർപ്പസ് മാത്രമല്ല ഈ ഒരു ഷാമ്പൂവിനുള്ളത്, മുടി വളരാനും കൂടി സഹായിക്കുന്ന ഒരു ഷാമ്പൂ ആണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയുടെ ഓട് ക്ലീൻ ആക്കി വെക്കാനും നമുക്ക് മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു ഷാമ്പൂ ആയതുകൊണ്ട് തന്നെ നമ്മുടെ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ നല്ല പോലെ അപ്ലൈ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കെട്ടിവെക്കുക. എന്നിട്ട് മേലൊക്കെ ഫുള്ളായിട്ട് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തലയൊന്ന് നല്ല പോലെ കഴുകിയെടുത്താൽ മതി. എക്സ്ട്രാ പിന്നെ നിങ്ങൾക്ക് ഒരു ഷാമ്പൂവിന്റെ ആവശ്യം ഇവിടെ വരണില്ല. അപ്പോൾ ഈ ഒരു ഷാമ്പൂ അടിപൊളിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഉള്ളൊരു ഷാമ്പൂ അല്ലേ?
മിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഷാംപൂസ് യൂസ് ചെയ്യുന്ന സമയത്ത് അലർജി ഉണ്ട്, എനിക്ക് ഷാംപൂ യൂസ് ചെയ്യാനേ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ മിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ചേച്ചി സാധാരണ ഷാംപൂ ഞാൻ യൂസ് ചെയ്യാറില്ല, താളിയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ താളി സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഫുള്ളായിട്ട് ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ ഒരു രീതി ചെയ്യരുത്. ഇങ്ങനെയാണ് ഈ ഒരു ഷാമ്പു ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ഷാമ്പു ഉപയോഗിക്കുന്നതിന്റെ കറക്റ്റ് മെത്തേഡ് ഇങ്ങനെയാണ്. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് വളരെ നല്ലത്. ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പിൽ പറ്റി പിടിക്കുകയില്ല, നിങ്ങളുടെ തലയുടെ ഓടും മുടിയൊക്കെ വൃത്തിയായിട്ട് കഴുകാനും സഹായിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഷാമ്പു ഇട്ട് ഞാൻ മുടി കഴുകിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇന്നലെയാണ് ഞാൻ കഴുകിയത്, ഇന്ന് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ മുടി. അതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ മുടിയിൽ ആ ഒരു തിളക്കം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മുടി ഇങ്ങനെ വളഞ്ഞ് കിടക്കണത് എന്താണെന്നറിയാമോ? ഇന്നലെ രാത്രി പിന്നും അടിഞ്ഞിട്ടാണല്ലോ നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ കേളി പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. മറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കണ്ടോ ആ ഒരു തിളക്കം കണ്ടോ? ഞാനിങ്ങനെ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഭയങ്കര തിളക്കമാണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മുടെ മുടി പൊട്ടിപ്പോവുക, ഡ്രൈ ആകുക, സ്പ്ലിറ്റൻസ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഷാമ്പു യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. നമ്മുടെ എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഇത് ഒരേ റിസൾട്ട് ആണ് കേട്ടോ തരിക. ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള മുടി നിങ്ങൾക്ക് ഈ ഒരു ഷാമ്പു യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി നിങ്ങൾ ഒരു തവണയെങ്കിലും, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.